മുഅ്മിനീങ്ങളെ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലാൻ പോവാണ്. എല്ലാ മുഅ്മിനീങ്ങളും സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുക. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ നീ കബൂലാക്ക് റബ്ബേ, സ്വീകരിക്കണേ അല്ലാഹ്. സ്വലാത്തുൽ ഫാത്തിഹ ഞങ്ങളെ ചൊല്ലാൻ പോവാണ് റബ്ബേ. വലിയ മഹത്വമുള്ള സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ. ഞങ്ങളെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്തുൽ ഫാത്തിഹ മുഅ്മിനീങ്ങളെ ഓരോ പ്രിയപ്പെട്ടവരെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ കരുതിയിട്ട് ചൊല്ലണേ. എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു നമുക്ക് സാധിപ്പിച്ചു തരട്ടെ. എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു നമുക്ക് സാധിപ്പിച്ചു തരട്ടെ. സ്വലാത്തുൽ ഫാത്തിഹ കൊണ്ടുള്ള മുറാദ് എന്താണോ നമ്മുടെ മനസ്സിൽ കരുതുന്നത് ആ മുറാദ് അല്ലാഹു നമുക്ക് സാധിപ്പിച്ചു തരട്ടെ. ഒരു 11 തവണ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുകയാണ്. ഒരു 11 തവണ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുകയാണ്. റബ്ബേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. എന്റെ അറിവിന്നിലാവില്ല പ്രിയപ്പെട്ട കുടുംബങ്ങളെ, ഈ സ്വലാത്തുൽ ഫാത്തിഹിന്റെ മജ്ലിസിൽ ഇരിക്കുമ്പോ അവരുടെ മനസ്സിൽ എന്ത് ആഗ്രഹിച്ചാലും പടച്ചവനെ നീ അത് സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. ഒരു 11 സ്വലാത്തുൽ ഫാത്തിഹ അത് ചൊല്ലിയിട്ട് നമ്മൾ ദ്വാരക്കാൻ ദ്വാരക്കാൻ പോകും. ഒരു 11 നാരിയത്ത് സ്വലാത്ത് നിങ്ങൾ ഇരുന്നോളിട്ടോ. ഞാൻ എണീറ്റിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, എണീറ്റിക്കണ്ട. അത് കുത്തുബിയത്ത് വെല്ലുമ്പോഴാണ് കേട്ടോ. ഞാൻ രാവിലെ മുതൽ ഇരിക്കാൻ തുടങ്ങിയതാണ്. അപ്പൊ ഊര വേദനിച്ചപ്പോ നീച്ചുന്നതാണ്. രാവിലെ മുതൽ ആളുകളല്ലേ, അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കണല്ലേ. പിന്നെ മജ്ലിസിൽ വന്നിട്ട് 2-2.5 മണിക്കൂർ ഇരിക്കണാണ്. അപ്പൊ ചിലപ്പോ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ആകുമ്പോ ഇങ്ങനെ വളഞ്ഞോണ്ടല്ലേ നമ്മള് ഊര വേദനിക്കുമ്പോ, അല്ലെങ്കിൽ പിന്നെ നിങ്ങളെ പോലെ അടുക്കളയിൽ എന്തെങ്കിലും ജോലി വേണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ജോലി വേണം. അതൊന്നുമില്ലല്ലോ, നമ്മൾ ഇരുത്തല്ലേ. അല്ലെങ്കിൽ പിന്നെ നല്ല ഫുട്ബോളൊക്കെ കളിച്ചണം. അതിനിപ്പോ സമയമില്ല. നല്ല ആഗ്രഹമുണ്ട് കളിക്കാൻ ഇതിനൊക്കെ, പക്ഷെ ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. ക്രിക്കറ്റും ഫുട്ബോൾ അല്ലെങ്കിൽ ഓട്ടോ റണ്ണിങ്ങോ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് വ്യാഴാഴ്ച രാത്രി മജ്ലിസിലിരിക്കാം. വ്യാഴാഴ്ച മജ്ലിസിൽ വന്നാല് കാണാനുള്ള സംവിധാനം ഉണ്ടാവും. അല്ലാത്ത ദിവസം നമ്മള് പിന്നെ രാത്രി നോട്ടം ചുരുക്കാണ്. എന്താന്ന് വെച്ചാല് കുറച്ച് ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഉറക്കം ഒഴിവായപ്പോഴേ ഭയങ്കര ടയർഡായി. ഇപ്പൊ നമ്മൾ 26-ാം തീയതിക്ക് ശേഷം ഫുള്ള് ഉറങ്ങിയിട്ട് കുറെ സമയമായി. ഉറങ്ങിയിട്ട് പറഞ്ഞാല് ഉറക്ക് കിട്ടാത്ത വലിയ പ്രശ്നമുണ്ട്. അപ്പൊ ഉറങ്ങണം, നമ്മള് നല്ലോണം ഉറങ്ങണം. ഉറങ്ങിയിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. അപ്പൊ എന്ത് ചെയ്യാ, രാത്രി വരുന്നവര്, രാത്രി മജ്ലിസിലിരിക്കാൻ വരുന്നവര് വ്യാഴാഴ്ച വരാം. അല്ലാത്ത ദിവസം മജ്ലിസിലിരിക്കുന്ന കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതിനല്ലേ. പക്ഷേ പിന്നെ കാര്യങ്ങൾ പറയാനും ദ്വാരക്കാൻ വേണ്ടിയും ദ്വാവസ്യത്തെ ഏൽപ്പിക്കാനൊക്കെ എന്ത് ചെയ്യാം, പരമാവധി പിന്നെ വ്യാഴാഴ്ച വരും. ഇപ്പൊ ഇന്നലെ നമ്മൾ അറിയുന്നില്ലാവിന്റെ കൂട്ടുകാരൊക്കെ ഇന്നലെ കുറെ ചീത്ത ഇങ്ങനെ ഉറക്കം ഒഴിവാക്കിയാൽ പറ്റൂല, ഞങ്ങൾക്ക് കുറെ കാലങ്ങളെ വേണം, അതുകൊണ്ട് ഉറക്കം ഒഴിവാക്കാൻ പറ്റൂല. രാത്രി ഞങ്ങൾ നോക്കിയാൽ ഞങ്ങൾ ഓഫീസ് കൂട്ടുന്നൊക്കെ നമ്മള് ചെറുപ്പക്കാർ വന്നിട്ട് മുസ്തഫാക്കിയും ഗഫൂറാക്കിയും ഇവരൊക്കെ വന്നാണ്ടേ പ്രത്യേകം പറഞ്ഞു രാത്രി ഉറക്കം ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിയാണ്, നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയമാണത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, ഒരു വിഷമമില്ലാതെ. അപ്പൊ നിങ്ങൾ ഇരുന്നോളി എന്ന് പറയാം. ഞാൻ നീച്ചിക്കണ്ട. ഒരു 11 നാരിയത്ത് സ്വലാത്ത് ഇല്ല കേട്ടോ, ഒരു 11 നാരിയത്ത് സ്വലാത്ത്. വ്യാഴാഴ്ച മജ്ലിസിൽ വന്നാൽ ഇരിക്കും ചെയ്യാം. വ്യാഴാഴ്ച ചീരണി ഉണ്ടാവും. ഒരുപാട് ആളുകൾ ചീരണി കൊണ്ടുവരാണ്ട്. മാഷാ അല്ലാഹ്, ഇന്നിപ്പോ കുറെ ആളുകൾ തൈര്, മോര്, അച്ചാറ് ഒക്കെ ഇങ്ങോട്ട് പോന്നോട്ടെ. ഞങ്ങൾ അച്ചാറൊക്കെ നമുക്ക് തിന്നാനല്ല, ഇവിടെ വരുന്ന ആളുകൾക്ക് കൊടുക്കാൻ. മാഷാ അല്ലാഹ്, ഓരോ ദിവസവും 100-ലേറെ ആളുകൾ ഭക്ഷണം കഴിക്കാണ്ടാവും. വലിയൊരു തൗഫീഖാണത്. അള്ളാഹു ഇത് നിലനിർത്തി അള്ളാഹു അതിനൊക്കെ കൂലി നമുക്ക് 2 ലോകത്ത് അള്ളാഹു തരട്ടെ. 100-ലേറെ ആളുകൾക്ക് ഓരോ ദിവസവും ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞിപ്പാക്കി പോലെ ഭാര്യയ്ക്ക് വളരെ സന്തോഷത്തോടെ, നമ്മുടെ അറിവിലാവിൽ ഓഫീസിലെ സ്റ്റാഫുകളാണെങ്കിലും സ്വന്തം ഭാര്യയാണെങ്കിലും ഖദീജാത്തയാണെങ്കിലും ആരാണെങ്കിലും അൽഹംദുലില്ലാഹ് വളരെ സജീവമായിട്ട് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക, അൽഹംദുലില്ലാഹ് പച്ചക്കറി വെട്ടുക, ഭക്ഷണം കൊടുക്കുക. അള്ളാഹു എല്ലാവർക്കും വലിയ ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ കുറെ ആളുകൾ അരി കൊണ്ടുവരും, കുറെ ആളുകൾ അച്ചാറ് കൊണ്ടുവരും, കുറെ ആളുകൾ എന്താണ് മോര് കൊണ്ടുവരും, തൈര് കൊണ്ടുവരും, പച്ചക്കറി കൊണ്ടുവരും. ഒക്കെ വലിയ സന്തോഷമാണ്. വലിയ അടുക്കളത്തോട്ടം ഉണ്ടാക്കിയില്ലേ മുന്നേ? എന്നാ അടുക്കളത്തോട്ടത്തിൽ നിന്ന് ഒരു കുമ്പളങ്ങൊക്കെ കുറച്ചും കൊണ്ട് കൊണ്ടുവരും.
ഇവിടെ ഉപകാരപ്പെടും. മാഷാ അല്ലാഹ്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ കേട്ടോ. എല്ലാവർക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. എല്ലാവർക്കും അള്ളാഹു സന്തോഷം തരട്ടെ. ഞങ്ങളെ കൊണ്ടുവരും പറഞ്ഞ 26-ാം തീയതി എത്ര ചീരിനെയാണ് കൊണ്ടത്. മാഷാ അല്ലാഹ്, എത്ര ചീരിന. വളണ്ടിയേഴ്സ് തന്നെ അത്ഭുതപ്പെട്ടു. ഞങ്ങൾ കൊയങ്ങിയാണ്. എത്ര ആളുകളാണ് എന്തൊക്കെ കൊണ്ടുവന്നത്. അന്നാണ് ഓരോ നാട്ടിലെ ചീരിണിന്റെ വില നമ്മൾ മനസ്സിലായത്. ഓരോ നാട്ടിലെ ഓരോ വീട്ടിലെ ഉമ്മമാരും ഉപ്പമാർക്ക് എന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം തരട്ടെ. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം തരട്ടെ. അങ്ങനെ ഓരോ ദിവസം ഓരോ പ്രിയപ്പെട്ടവര്, ഞാൻ വെറുതെ പറയില്ല, ഒരാളുകള് അച്ചാറ് കൊണ്ടുവരും, ഒരാളുകൾ മോര് കൊണ്ടുവരും, തൈര് കൊണ്ടുവരും. അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷമാണ്, വലിയ സന്തോഷമാണ്. അതൊക്കെ കാണുമ്പോൾ, അതൊക്കെ കൊണ്ടുവരുമ്പോ അൽഹംദുലില്ലാഹ് വലിയൊരു സന്തോഷമാണ്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ഇന്നിപ്പോ ആരോ പയറ് കൊണ്ടുവന്നിട്ടുണ്ട്, കൈപ്പങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്, പച്ചക്കറി ഉണ്ട്, ഇന്നും മോരും കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മോരും തേരൊക്കെ ഉണ്ടല്ലോ, ഇവിടെ വരുന്നവർക്ക് കൊടുക്കന്നെ ഭക്ഷണം. ചീരണിയൊക്കെ കൊണ്ടുവരുമ്പോ അപ്പൊ തന്നെ വിതരണം ചെയ്യും. ചിലപ്പോ ഉണ്ണിയപ്പോ, കുയ്യപ്പോ, നെയ്യപ്പോ ഒക്കെ കൊണ്ടുവരും, അപ്പൊ തന്നെ വിതരണം ചെയ്യും. ആളുകൾക്ക് ഇങ്ങനെ കൊടുക്കും. അൽഹംദുലില്ലാഹ്, വലിയൊരു സന്തോഷമാണ്, വലിയൊരു സന്തോഷമാണ്. അള്ളാഹു അതിനൊക്കെ അർഹമായ പ്രതിഫലം. അത് ഇങ്ങോട്ടെന്നല്ല, നിങ്ങളെ നാട്ടിലെ പള്ളിക്കൊക്കെ കൊടുക്കണം. എല്ലാരും അറിയുന്നില്ല കട കൊണ്ട്, അങ്ങനെയല്ല, കൊണ്ടുവരേണ്ട കൊണ്ടുവരാം, ആരും നിർബന്ധിക്കല്ല. നാട്ടിലെ പള്ളിക്ക് കൊടുക്കണം, മദ്രസ കൊടുക്കണം. വളരെ സജീവമായിട്ട് എല്ലാവർക്കും കൂടെ ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തില് നമ്മൾ എന്ത് ചെയ്യണം. ഇപ്പൊ അൽഹംദുലില്ലാഹ് ഇപ്പൊ സംവിധാനമൊക്കെ ആയി. ഇപ്പൊ നമ്മൾ ഓഫീസിലേക്ക് മാറി, ഇനിയിപ്പോ പുതിയ ക്യാൻറ്റീൻ വരികയാണ്. അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് ഇനി നിസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ വേണം, അതൊക്കെ നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് പടച്ച റബ്ബ് ഇത്രയൊക്കെ തന്നല്ലോ. അൽഹംദുലില്ലാഹ്, 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 അൽഹംദുലില്ലാഹ്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ. എന്റെ ജന്മനാടായ ഈ നാട്ടിൽ തന്നെ, ഈ നാട്ടിലേക്ക് തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാഹ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. എന്റെ നാട് അള്ളാഹു നല്ല ബർക്കത്തുള്ള നാടാക്കട്ടെ. ഈ നാട്ടിലെ അയൽവാസികളാവട്ടെ, എല്ലാവരും മുസ്ലിമീങ്ങളാണെങ്കിലും അമുസ്ലിമീങ്ങളാണെങ്കിലും എല്ലാവരും സന്തോഷത്തിലാണ്. എല്ലാവർക്കും സന്തോഷമാണ്. അള്ളാഹു എല്ലാവർക്കും സന്തോഷം കൊടുക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു റാഹത്തും നിഅമത്തും ഏറ്റി കൊടുക്കട്ടെ. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് ഖൈർ നൽകണേ അല്ലാഹ്. ഇതൊക്കെ ഞങ്ങൾ നാളെ മരിച്ച് ഖബറിൽ കിടക്കുമ്പോൾ ആസ്വദിക്കാനുള്ള ഒരമലായിട്ട് നീ കബൂലാക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. അപ്പൊ രാത്രി നോട്ടം വ്യാഴാഴ്ച മാത്രമേ ഉള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മളെ എനിക്ക് കുഴപ്പമുണ്ടായിട്ടില്ല. എനിക്കിപ്പോ ദൂരത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഓല നോക്കണം തന്നെയാണ് എൻ്റെ. കാരണം കാണാതെ പോകുമ്പോൾ നമുക്കൊരു സങ്കടമാണ്. കാരണം ഓല് നമ്മളെ പ്രതീക്ഷിച്ച് കുറേ വിഷമങ്ങളൊക്കെ സഹിച്ച് ദൂരത്തുനിന്ന് വരുമ്പോൾ നമ്മളങ്ങനെ ഇരുന്ന് കൊടുക്കും കേൾക്കാൻ, അല്ലെങ്കിൽ നമ്മളങ്ങനെ ഓലെ കാര്യങ്ങൾ കേട്ട് ഓൽക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് എഴുതി വെക്കും. പക്ഷേ ഉറക്ക് വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പൊ വ്യാഴാഴ്ച രാത്രി ഇൻഷാ അല്ലാഹ് എന്തായാലും നോട്ടം ഉണ്ടാവും. വെള്ളിയാഴ്ച ലീവല്ലേ, കുറച്ച് ഉറങ്ങാലോ. ബാക്കിയുള്ള ദിവസം രാത്രി നോട്ടം തൽക്കാലം നിർത്തി വെക്കാണ്. പകല് നോട്ടം എല്ലാ ദിവസവും ഉണ്ടാവും, വെള്ളിയാഴ്ച അല്ലാത്ത എല്ലാ ദിവസവും ഉണ്ടാവും എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്താണ്. അള്ളാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാക്കട്ടെ. അപ്പൊ സ്വലാത്തുൽ ഫാത്തിഹ ഒരു 11 വട്ടം മുഅ്മിനീങ്ങളെ സ്വലാത്തുൽ ഫാത്തിഹ മനസ്സറിഞ്ഞ് ചൊല്ലാണ്. എല്ലാവരും മനസ്സറിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ചൊല്ലാണ് കേട്ടോ. അള്ളാഹു കബൂലാക്കട്ടെ. കാസർഗോഡ് നിന്ന് 26-ന് വന്നിരുന്ന മൻസൂറിൻ, അവരുടെ ഉമ്മ കൈ വേദന കുറവില്ല, ഭയങ്കര വേദനയാണ്, ഉസ്താദ് ദ്വാരിക്കണം. അള്ളാഹു ആ ഉമ്മയടക്കം ഏതൊക്കെ ഉമ്മമാർക്ക് അസുഖങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടോ, അള്ളാഹുവേ നീ എല്ലാവർക്കും റാഹത്ത് കൊടുക്കണേ അല്ലാ, എല്ലാവർക്കും ശിഫ കൊടുക്കണേ അല്ലാ, എല്ലാവർക്കും ഖൈറും ബറക്കത്തും നീ ഏറ്റി കൊടുക്കണേ അല്ലാ. ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ. അപ്പോൾ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലല്ലേ 11 മനസ്സറിഞ്ഞ് ചൊല്ലട്ടോ. 11 ചൊല്ലണുള്ളൂ, മനസ്സറിഞ്ഞ് ചൊല്ല. അത് ചൊല്ലിയിട്ട് ദ്വാരിക്കും. നമ്മുടെ മക്കൾക്ക് പരീക്ഷ വന്നുകൊണ്ടിരിക്കുകയാണ്. പേനയൊക്കെ മജ്ലിസിൽ വെക്കുക കേട്ടോ. അള്ളാഹു ആ പേനുണ്ട് നല്ല ഉഷാറായിട്ട് പരീക്ഷ നല്ല തൗഫീഖ് അള്ളാഹു കൊടുക്കട്ടെ. ആമീൻ പറയ്. അള്ളാഹു കൊടുക്കട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ നല്ല മക്കളാക്കട്ടെ. നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ എന്ത് ചെയ്യാ, ഒരു ഗ്ലാസ് വെള്ളം മുന്നിൽ വെക്കുക. എന്തിനാണത്? പഠിക്കുമ്പോൾ ഉറങ്ങുമ്പോൾ മൂത്തയിക്കാനാ? അല്ല, പഠിക്കാനിരിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം മുന്നിൽ വെക്കാം. എന്നിട്ട് പഠിത്തം കഴിഞ്ഞിട്ട് ഇവിടെ നോക്കി പഠിത്തം കഴിഞ്ഞിട്ട് എന്നിട്ട് ശ്രദ്ധിക്കുന്നു. പഠിത്തം കഴിഞ്ഞിട്ട് ഒരു അലം നശ്റഹ് സൂറത്ത് ഓതുക. എന്നിട്ട് വെള്ളത്തിൽ ഊതിയിട്ട് പൂമ്പാറ്റകൾ കുടിക്കുക, മക്കള് കുടിക്കുക, വിദ്യാർത്ഥികൾ കുടിക്കുക, വിദ്യാർത്ഥിനികൾ കുടിക്കുക. എല്ലാവരും അതെന്താ, ഓർമ്മശക്തി ഉണ്ടാവും, ബുദ്ധിശക്തി വർദ്ധിക്കും, മനസ്സിലെ ടെൻഷൻ പോകും. മനസ്സിലെ ടെൻഷൻ പോയാൽ തന്നെ കുറെ കാര്യങ്ങൾ റാഹത്താവും. പരീക്ഷയൊക്കെ പഠിച്ചോനെ എനിക്ക് എഴുതാൻ പറ്റുമോ, ഒരു ടെൻഷനും വേണ്ട, നിങ്ങൾ പഠിച്ചതേ വരുള്ളൂ. ഉറപ്പാണ്, നിങ്ങൾ പഠിച്ചതേ
പഠിച്ചതേ പരീക്ഷയ്ക്ക് വരുള്ളൂ. ഉറപ്പിച്ചിരുന്നോളൂ. റാഹത്ത് ട്ടോ, എല്ലാവരും ജയിക്കും. ആ ഉസ്താദ് പറഞ്ഞു എല്ലാവരും ജയിക്കും. എന്താ പിന്നെ പഠിച്ചാതെങ്ങനെ? അങ്ങനെയല്ല, പഠിക്കണം. പഠിക്കേണ്ടത് പഠിക്കണം. പക്ഷെ പഠിച്ചത് ഓർമ്മയിൽ വരണമെങ്കിൽ എന്ത് വേണം? അലം നശ്റഹ് സൂറത്ത് ഓതുക, എന്നിട്ട് വെള്ളത്തിൽ കുടിച്ചാൽ. മനസ്സിലായല്ലോ? ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ട മുത്തുമോമിനീങ്ങളെ, സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലാണ്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുൽക്ക് നല്ല വിജയം കൊടുക്കട്ടെ. നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിക വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി വസഹ്ബിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. മുഅ്മിനീങ്ങളെ, ഒരു രണ്ട് സ്വലാത്തുകൾ ചൊല്ലിയിട്ട് നമ്മൾ ദ്വാരക്കാൻ പോവാണ്. എല്ലാവരും മനസ്സിലെ വിഷമങ്ങൾ മാറാൻ, മനസ്സിലെ പ്രതിസന്ധികൾ നീങ്ങാൻ, മനസ്സിലെ പ്രയാസങ്ങളെ മാറാൻ ഞങ്ങളെ ചൊല്ലുള്ള സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്ത് കൊണ്ട് അറിവിന്ദിലാവ് കേൾക്കുന്ന ലൈവ് നടക്കുന്ന സമയത്ത് കേൾക്കാൻ കഴിയാത്തവനുണ്ട്. അവര് ലൈവ് കഴിഞ്ഞിട്ട് ഞങ്ങളെ മജ്ലിസ് കേട്ടുകൊണ്ടിരിക്കുകയാ. യാ അല്ലാഹ്, യാ അല്ലാഹ്, എല്ലാവരുടെ മനസ്സിലെ മുറാദും ഹാസിലാവാൻ വേണ്ടി രണ്ട് സ്വലാത്ത് കൂടി ഞങ്ങൾ ചൊല്ലിട്ട് നിന്നോട് ദുആർക്കുകയാണ്. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. الحمد لله، الحمد لله رب
റബ്ബിൽ ആലമീൻ. ഇത് രണ്ട് കൈയിലോതി മുഖക്കെ തടവ, ശരീരഭാഗങ്ങളൊക്കെ തടവ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഗഫിർ ദുനൂബനാ واستر عيوبنا وطهر قلوبنا وزين نفوسنا يا أرحم الراحمين. اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من الصالحين. اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمن أعاننا ولمن أطعمنا ولمن أوصانا بالدعاء ولمن ماتوا منا ولجميع المؤمنين والمؤمنات. الله ഞങ്ങളെ മജ്‌ലിസിനെ ഖബൂലാക്ക് അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദറത്തിലേക്ക് ഞങ്ങളെ മജ്‌ലിസിനെ എത്തിക്കണേ റഹ്മാനേ. അംബിയാക്കൾ, ഔലിയാക്കൾ, സാലിഹീങ്ങൾ, ബദരീങ്ങൾ, ശുഹദാക്കളെ ഹദറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവരുടെ എല്ലാവരുടെ ബറക്കത്തുകളെ ഞങ്ങളെ ദോഷങ്ങളെല്ലാം പൊറുക്കണേ റബ്ബേ. ഖൽബ് നന്നാക്കണേ, ഇഖ്ലാസ് നൽകണേ, ഈമാൻ നൽകണേ, തഖ്വ നൽകണേ അല്ലാഹ്. മനസ്സിലുള്ള മുറാദുകളെ ഹാസിലാക്കണേ അല്ലാഹ്. സങ്കടങ്ങളെ മാറ്റണം അല്ലാഹ്, ടെൻഷനുകളെ മാറ്റണേ അല്ലാഹ്. മനസ്സിന് സമാധാനം തരണമല്ലാഹ്. ഈ ടിവിയുടെ മുന്നിലുള്ള, മൊബൈലിന്റെ മുന്നിലുള്ള അറിവിന്നിലാവെക്കുന്ന ഞങ്ങളെ വല്യുമ്മമാർക്ക് ആഫിയത്തോടെ ദീർഘായുസ്സ് കൊടുക്കണേ റബ്ബേ. ഞങ്ങളെ വല്യുപ്പമാർക്ക് ആരോഗ്യം കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മമാർക്ക്, ഞങ്ങളെ ഉപ്പമാർക്ക്, ഞങ്ങളെ സഹോദരങ്ങൾക്ക്, ഞങ്ങളെ സഹോദരിമാർക്ക് എല്ലാം റാഹത്ത് നീ നൽകണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളെ ഖൽബ് നീ നന്നാക്കണേ റഹ്മാൻ. മരണം വരെ നിസ്കരിക്കുന്നവനാക്ക റബ്ബേ, നോമ്പെടുക്കുന്നവനാക്ക റബ്ബേ, ഖുർആൻ ഓതുന്നവനാക്കണം അല്ലാഹ്. ആരോട് ഞങ്ങളെ ഖൽബിന് നീ വെറുപ്പതല്ലേ റബ്ബേ. ഒരാണ് മണിത്തൂക്കം മൂലം കിബർ, അഹങ്കാരം, അസൂയ ഞങ്ങളെ ഖൽബിൽ തരല്ലേ അല്ലാഹ്. ഒരാളുടെ ഉയർച്ചയിൽ ഞങ്ങളെ മനസ്സിനവരോട് പകരല്ലേ റബ്ബേ. ഞങ്ങളെ പോലെ എല്ലാവരെയും ഉയർത്തണം അല്ലാഹ്. അവരെ പോലെ ഞങ്ങളെയും ഉയർത്തണേ അല്ലാഹ്. പടച്ചവനെ, പടച്ചവനെ നീ ഞങ്ങളെ പൊരുത്തപ്പെടണേ അല്ലാഹ്. കടങ്ങൾ ഒരുപാടുണ്ട്, നീ വീട്ടിൽ തരണേ അല്ലാഹ്. കടങ്ങളെ വീട്ടുമാറുള്ള വഴികളെ, മാർഗങ്ങളെ ഞങ്ങളെ മുന്നിൽ നീ തുറന്നു തരണേ തമ്പുരാനെ. കടക്കാരായി ഞങ്ങളിൽ ഒരാളെയും നീ മരിപ്പിക്കല്ലേ റബ്ബേ. കടക്കാരായി ഒരാളെയും ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ രോഗങ്ങളെ മാറ്റണേ റബ്ബേ. ക്യാൻസറെ മാറ്റണേ അല്ലാഹ്, ട്യൂമറെ മാറ്റണേ അല്ലാഹ്, കിഡ്നി തകരാറ് മാറ്റണേ അല്ലാഹ്, ലിവറിന്റെ പ്രോബ്ലം മാറ്റണേ അല്ലാഹ്, ഹാർട്ടിന്റെ പ്രോബ്ലം മാറ്റണേ അല്ലാഹ്. മജ്ജക്ക് ക്യാൻസർ ബാധിച്ചത് മാറ്റണേ റഹ്മാനെ. കിഡ്നി മാറ്റി വെച്ചവരുണ്ട്, ആകത്ത് വണക്കണേ അല്ലാഹ്. ഡയാലിസ് ചെയ്യുന്നവരുണ്ട്, കീമോ ചെയ്യുന്നവരുണ്ട്, റേഡിയേഷൻ ചെയ്യുന്നവരുണ്ട് അല്ലാഹ്. നീ ശിഫ നൽകണേ അല്ലാഹ്.
ക്ഷീണം മാറ്റണേ, അസുഖം മാറ്റണേ, നീര് സുഖപ്പെടുത്തണേ, ഗർഭപാത്രത്തിലെ മുഴ നീ ചുരുക്കി തരണേ, അണ്ടാശയത്തിലെ മുഴ ചുരുക്കി തരണേ, വയറിലും തലച്ചോറിലും ഉള്ള മുഴ, മാറത്തുള്ള മുഴ ഒക്കെ നീ ചുരുക്കി തരണേ. ഞങ്ങളെ അസുഖങ്ങളെ മജ്‌ലിസിനോട് മാറ്റിത്തരണേ, ഞങ്ങളെ വേദനകളെ മജ്‌ലിസിനോട് മാറ്റിത്തരണേ, ഞങ്ങളെ സങ്കടങ്ങളെ മജ്‌ലിസിനോട് മാറ്റിത്തരണേ, ഞങ്ങളെ കടച്ചിലുകളെ മജ്‌ലിസിനോട് മാറ്റിത്തരണേ. റഹ്മാനായ റഹീമായ രാജാതിരാജനായ റബ്ബേ, ഹോസ്പിറ്റലിലാണ് ഈ രോഗികളെ കിടക്കുന്നത്. ഇവിടെ ഇരുന്നിട്ടാണ്, ഹോസ്പിറ്റലിൽ ഇരുന്നിട്ടാണ് അവനെ മജ്‌ലിസ് കേൾക്കുന്നത്. അല്ലാഹ് നീ ശിഫ കൊടുക്കണം അല്ലാഹ്. ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഞങ്ങളെ ഉമ്മമാരെ രോഗം മാറ്റ റബ്ബേ, ഞങ്ങളെ അമ്മമാരെ രോഗം മാറ്റ റബ്ബേ, ഞങ്ങളെ ഉപ്പമാരെ രോഗം മാറ്റ റബ്ബേ, ഞങ്ങളെ അച്ഛന്മാരെ രോഗം മാറ്റണം അല്ലാഹ്. അറിവിന്നിലാവ് കേട്ട് വീട്ടിൽ കിടക്കുന്ന രോഗികളായ സഹോദര സഹോദരിമാർ, അവരുടെ രോഗം മാറ്റണേ അല്ലാഹ്. ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ചൂടിട്ട് കിടക്കുന്നവരാ, മലമൂത്ര വിസർജനം ചെയ്യാൻ കഴിയാതെ ചൂടിട്ട് കിടക്കാണ്, ബാഗ് വെച്ച് കിടക്കാണ്, പടച്ചവനെ കൈകാലുകൾക്ക് കമ്പിയിട്ട് കിടക്കാണ്, ചലനമില്ലാതെ ശരീരഭാഗങ്ങളിൽ ക്ഷീണങ്ങളും അസുഖങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളുമായി കഴിയുന്നവരുണ്ട് റബ്ബേ. ഇന്നിലേക്ക് ഞങ്ങൾ കൈകളുയർത്തുകയാണ്, അവരുടെ രോഗങ്ങളൊക്കെ നീ മാറ്റണേ അല്ലാഹ്. രോഗമാണ് എന്താണെന്നറിയാൻ ചെക്കപ്പിന് പോയവരുണ്ട്, സ്കാനിങ് എടുത്തവരുണ്ട്, റിസൾട്ട് ഇന്ന ദിവസം വരെ മുസ്താദേ ഒന്നുമില്ലാതിരിക്കാൻ ദ്വാർക്കണേ അല്ലാഹ്. സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് വരുമ്പോ മുഴയില്ലാതെ ഒന്നുമല്ലാത്ത രോഗമായി നീ മാറ്റണേ റഹ്മാനെ. ക്യാൻസർ 1, 2, 3, 4 സ്റ്റേജ് കഴിഞ്ഞവരുണ്ട്, പക്ഷേ ശിഫയാക്കുന്നവൻ നീയാ അല്ലാഹ്. ശിഫ കൊടുക്കണേ അല്ലാഹ്. RCCയിലെ MBRയിലെ മെഡിക്കൽ കോളേജുകളിലെ ക്യാൻസറിന്റെ രോഗമെന്ന് വിഷമിക്കുന്ന വേദന സഹിക്കാൻ കഴിയാതെ പിടയുന്ന രോഗികളുണ്ട്. പടച്ചവനെ, ഈ ലക്ഷക്കണക്കിന് ആളുകൾ നിന്നോട് ആമീൻ ആമീൻ പറയാ. ശിഫ നൽകണേ അല്ലാഹ്. ഇന്നലെ കാണാതെയില്ല എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട പൊന്നുമോൻ കേരളം മുഴുവനും സങ്കടത്തിലായി. അൽഹംദുലില്ലാഹ്, ആ പൊന്നുമോനെ നീ തിരിച്ചു നൽകി, ഒരാപത്തും നീ വരുത്തല്ല റബ്ബേ. ആ കുടുംബത്തിലെ ബറക്കത്ത് കൊടുക്കണം അല്ലാഹ്. അത് തിരയാനൊരുങ്ങിയ കൂട്ടുകാർക്കൊക്കെ ഖൈർ കൊടുക്കണേ അല്ലാഹ്. അങ്ങനെ കാണാതെയായവനുണ്ട്, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവനുണ്ട്, ഗൾഫിലേക്ക് പോയിട്ടൊരു വിവരവും ഇതുവരെ കിട്ടാത്തവനുണ്ട്. പടച്ചവനെ, വിവരങ്ങൾ നൽകണേ അല്ലാഹ്. നഷ്ടപ്പെട്ടു പോയ സ്വർണം നൽകണേ അല്ലാഹ്. നഷ്ടപ്പെട്ടു പോയ കാശ്, നഷ്ടപ്പെട്ടു പോയ രേഖകള് എല്ലാം ഞങ്ങൾക്ക് നീ തിരിച്ചു തരണേ റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണം അല്ലാഹ്. റോഡില്ലാത്തവർക്ക് റോഡ് കൊടുക്കണം അല്ലാഹ്. തുടങ്ങിയ വീട് പണി പൂർത്തിയാക്കണേ അല്ലാഹ്. വെള്ളമില്ലാത്തവർക്ക് വെള്ളം കൊടുക്കണം അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണം അല്ലാഹ്. ഓരോ ദിവസവും അറിവിന്നിലാവില്ല തിരുമുറ്റത്ത് വന്ന് ഉസ്താദേ ഞങ്ങൾക്ക് ദ്വാർക്കണം, ഞങ്ങളെ കുടുംബത്തിൽ ദ്വാർക്കണം. രോഗമാണ്, കഷ്ടപ്പാടാണ്, വിഷമങ്ങളാണ്, പ്രയാസങ്ങളാണ്. എത്രയെത്ര സഹോദര സഹോദരിമാരാണ് പലവിധ സങ്കടങ്ങളാ ഞങ്ങളോട് പറയുന്നത്. എല്ലാം നീ പരിഹരിച്ച് കൊടുക്കണേ അല്ലാഹ്. കല്യാണങ്ങളെ ശരിയാക്കി കൊടുക്കണേ റബ്ബേ. മക്കളില്ലാത്തവർ വിഷമത്തിലാണ്, നീ മക്കളെ കൊടുക്കണം അല്ലാഹ്. 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 ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണം റബ്ബേ. അവരുടെ ക്ഷീണങ്ങളെ, അവരുടെ വിഷമങ്ങളെ,
അവരെ പ്രയാസങ്ങളെ അവരെ സങ്കടങ്ങളെ എല്ലാം മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ പ്രവാസികളെ നീ കാക്കണേ. കുറെ സങ്കടങ്ങൾ അവർക്കുള്ള മാറ്റിക്കൊടുക്കണം അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണേ റഹ്മാനേ. ജയിലിൽ കഴിയുന്ന പ്രിയപ്പെട്ടവരെ റബ്ബേ അല്ലാഹ് മോചനം നൽകുക അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിൽ വെച്ച വെള്ളം ബറക്കത്തിന്റെ വെള്ളമാക്കണേ അല്ലാഹ്. ശിഫ ലഭിക്കുന്ന വെള്ളമാക്കണേ അല്ലാഹ്. സിഹ്ർ ബാത്തിലാക്കണം അല്ലാഹ്. കണ്ണേറെ ബാത്തിലാക്കണം അല്ലാഹ്. നാപ്പോരെ ബാത്തിലാക്കണം അല്ലാഹ്. കൈവിഷം ബാത്തിലാക്കണം അല്ലാഹ്. സർവ ശർറുകളും സർവ സിഹ്റുകളും സർവ വേദനകളും സർവ ഇടങ്ങേറുകളും സർവ പിശാചിനെയും സർവ ശൈത്താന്മാരെയും ശരീരത്തിൽ എല്ലാം കറക്കിത്തരണേ. ഒരു കൈവിഷങ്ങളും ഞങ്ങളെ വയറ്റിലാക്കല്ലേ റബ്ബേ. ആയവരുണ്ടെങ്കിൽ മജ്ലിസിന്റെ വെള്ളത്തിലൂടെ മാറ്റി തരണേ അല്ലാഹ്. ഒരു സിഹ്റും ഞങ്ങളെ കുടുംബത്തിനെ ഏൽപ്പിക്കല്ല റബ്ബേ. ഒരു മാറാത്ത രോഗങ്ങൾ പാരമ്പര്യമായി ലഭിക്കുന്ന രോഗങ്ങൾ ഞങ്ങളെ ഒരാളുടെ കുടുംബത്തിൽ തരല്ല അല്ലാഹ്. അങ്ങനെ മാറാത്ത ഏതെങ്കിലും പാരമ്പര്യമായി കിട്ടുന്ന രോഗങ്ങൾ ഞങ്ങളെ കുടുംബത്തിൽ ആർക്കെങ്കിലുമില്ലെങ്കിൽ അത് നീ ശിഫയാക്കി അതോടുകൂടെ അവസാനിപ്പിക്കണേ അല്ലാഹ്. പടച്ചവനേ ഒരു ശർറും ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ്. പിശാചിന്റെ ശർറിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റഹ്മാൻ. ചതിയന്മാരിൽ നിന്ന് കള്ളന്മാരുടെ ശർറിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. റഹ്മാനായ അല്ലാഹ്, റഹീമായ അല്ലാഹ്, രാജാധിരാജനായ റബ്ബേ, ഗർഭിണികളായ സഹോദരിമാർ ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. സുഖപ്രസവം നൽക റബ്ബേ. ലേബർ റൂമിൽ കിടക്കുന്നവർക്ക് റാഹത്ത് കൊടുക്കണേ അല്ലാഹ്. ആരോഗ്യമുള്ള മക്കളെ കൊടുക്കണേ അല്ലാഹ്. ഉസ്താദേ, രണ്ട് തവണ എന്റെ ഭാര്യ വളർച്ചക്കുറവാണെന്ന് പറഞ്ഞ മക്കളെ ഒഴിവാക്കേണ്ടി വന്ന് 2 മക്കളെ മരണപ്പെട്ടു പോയി. വീണ്ടും ഭാര്യ ഗർഭിണിയാണ്, ഇതും വളർച്ചക്കുറവാണെന്ന് പറഞ്ഞിട്ടുള്ളേ. അല്ലാഹുവേ, 2 ആഴ്ച കഴിഞ്ഞിട്ട് സ്കാനിങ് ഉണ്ട്. ആ സ്കാനിങ് വരുമ്പോ ആ കുഞ്ഞിന് പരിപൂർണമായ പ്രായത്തിനനുസരിച്ച് വളർച്ച നൽകറബേ. അതും ഒഴിവാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ ഗർഭിണികളായ സഹോദരിമാരെ കുറെ വശങ്ങളുള്ളവരാണ്. ഞങ്ങളെ സഹോദരിമാരെ കാക്കണം അല്ലാഹ്. കൈ തുറക്കാത്ത മക്കളല്ലേ, നടക്കാൻ കഴിയാത്തവരുണ്ട്. ശരീരത്തിൽ മുറിവ് വന്ന ഷുഗർ കാരണം വർഷങ്ങളായി മുറിവുണങ്ങാതെ നടക്കുന്നവരുണ്ട്. ശരീരമാകെ നീര് വന്നവരുണ്ട്. അമിതമായ തടിയുള്ളവരുണ്ട്. തീരെ തടി വെക്കാത്തവരുണ്ട്. കൈകാല് വിള്ളിച്ചയാണ്, പ്രഷറാണ്, കൊളസ്ട്രോളാണ്, ഷുഗറാണ്, തൈറോയ്ഡാണ്, ശ്വാസം മുട്ടലാണ്, കതപ്പാണ്, ക്ഷീണമാണ്, പടച്ചവനെ അലർജിയാ. എത്രയെത്ര രോഗങ്ങളാണ് റബ്ബേ, എത്രയെത്ര അസുഖങ്ങളാണ് അല്ലാഹ്. നീ ശിഫയാക്കണേ, കാമിലായ ശിഫ നൽകണേ. ശിഫ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കേരളത്തിന്റെ അകത്തും പുറത്തും നിന്ന് ഓരോ ദിവസങ്ങളിലും അറിവിന്നിലാവൻ കുടുംബങ്ങൾ ഇങ്ങോട്ട് ഒഴുകി എത്തുന്നത്. അതിൽ ഉമ്മമാരുണ്ട്, അമ്മമാരുണ്ട്. എല്ലാവരുടെ പ്രശ്നങ്ങൾക്കും മടവൂർ ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിലെ ബറക്കത്ത് കൊണ്ട് പരിഹാരം നൽകണേ അല്ലാഹ്. പരിഹാരം നൽകണേ അല്ലാഹ്. പരിഹാരം നൽകണേ അല്ലാഹ്. പടച്ചവനെ പടച്ച റബ്ബേ,
യതീമക്കൾക്ക് സഹായങ്ങൾ നൽകിയവനെ എത്രയാണ്, ആംബുലൻസിനെ സഹായിച്ചവനെ എത്രയാണ്, വീൽചെയറിനെ സഹായിച്ചവനെ എത്രയാണ്, കുടിവെള്ളങ്ങളിലേക്ക് സഹായങ്ങൾ നൽകിയവനെ എത്രയാണ്. പടച്ച റബ്ബേ, അറിവിന്നിലാവില്ല സംരംഭങ്ങളിലേക്ക് നേർച്ചയാക്കിയവരെ, സഹായങ്ങൾ തന്നവരെ ഒന്നും നീ വെറുതെയാക്കല്ലേ അല്ലാ. എല്ലാവർക്കും കൂലി കൊടുക്കണേ അല്ലാ. എല്ലാവരുടെ വിഷമങ്ങളും മാറ്റണേ അല്ലാ. എല്ലാവരുടെ സങ്കടങ്ങളും നീ പരിഹരിക്കണേ അല്ലാ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. ഇൻഷാ അല്ലാഹ് തവസ്സുൽ ബൈത്ത് ചൊല്ലാണ്. ഓരോരുത്തരും അവരുടെ മനസ്സിലുള്ള മുറാദുകൾ കരുതിയിരുന്നോളെ. തവസ്സുൽ ബൈത്ത് ചൊല്ലിയാൽ നമ്മുടെ നിയ്യത്ത് ഒന്നുപോലും അല്ലാഹു വെറുതെയാക്കി തരൂല്ല. കാരണം അതിന് അത്രത്തോളം വലിയ ശ്രേഷ്ഠതയാണ്, അതിന് അത്രത്തോളം വലിയ മഹത്വമാണ്. തവസ്സുൽ ബൈത്തിനെ അല്ലാഹു തവസ്സുൽ ബൈത്ത് ചൊല്ലി ദുആ ചെയ്യുമ്പോ അതിൽ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും, ദുന്യവിയായ കാര്യങ്ങളും ഉഖ്റവിയായ കാര്യങ്ങളും പറഞ്ഞിട്ടാണ് നമ്മൾ തവസ്സുൽ ബൈത്ത് ചൊല്ലുന്നത്. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും ആ തവസ്സുൽ ബൈത്ത് ചൊല്ലുമ്പോ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ കരുതിയിട്ട് എന്റെ കാര്യം ഈ തവസ്സുൽ ബൈത്ത് കൊണ്ട് സാധിച്ചു കിട്ടണം, എന്റെ വിഷമം ഈ തവസ്സുൽ ബൈത്ത് കൊണ്ട് മാറിക്കിട്ടണം, എന്റെ പ്രയാസം ഈ തവസ്സുൽ ബൈത്തിലൂടെ നീങ്ങിക്കിട്ടണം. അങ്ങനെ പല നീയത്തുകൾ വെച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട അറിവിന്നിലാവ് കേൾക്കുന്ന കുടുംബങ്ങള് മജ്ലിസിലെ വെള്ളം വെച്ച്, മജ്ലിസിൽ മക്കളുടെ എക്സാമിനുള്ള പേന വെച്ച്, മജ്ലിസിൽ ബറക്കത്തിന് കാശ് വെച്ച്, മജ്ലിസിൽ ബറക്കത്തിന് വേണ്ടി പടച്ചവനെ ബറക്കത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നതൊക്കെ മജ്ലിസിൽ വെച്ച് യാ അല്ലാഹ് കുടിക്കുന്ന മരുന്നിലൂടെ അല്ലാഹു നമ്മുടെ രോഗം മാറ്റിത്തരാൻ ശിഫ വേണമെന്ന് ആഗ്രഹിച്ച് മജ്ലിസിലെ മരുന്ന് വെച്ച്, അങ്ങനെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുമായി രണ്ട് മഹാന്മാരെ നമ്മൾ തവസ്സുൽ ചെല്ലാൻ പോവുകയാണ്. തവസ്സുൽ ചെയ്തിട്ട് നമ്മുടെ യജമാനനായ റബ്ബ്, ആ റബ്ബിനോട് നമ്മൾ കൈകൾ ഉയർത്താൻ പോവുകയാണ്. 10 വർഷമായി ഉസ്താദെ കല്യാണം കഴിഞ്ഞ് മക്കളില്ല എന്ന് പറഞ്ഞ ഒരു പ്രിയപ്പെട്ട സഹോദരൻ ഇവിടെ വന്ന് ആ സഹോദരൻ ഭാരഗർഭിണിയായ പോസിറ്റീവായ സന്തോഷം അറിയിക്കാൻ, എന്തോ ഒരു സന്തോഷമാണ് ആ സഹോദരന്റെ മുഖത്ത്. സന്തോഷമായി ഉസ്താദേ, നീണ്ട 10 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഉസ്താദ് മജ്ലിസിൽ വെച്ച് ദുആർക്കണേ. എന്നിട്ട് വീണ്ടും വേറെ ഒരു കൂട്ടുകാരന്റെ കൂടെ പോകുന്ന സഹോദരൻ പറയാണ്, മക്കളില്ലാത്തവർക്ക് മുഴുവനും മജ്ലിസിൽ വെള്ളം വെക്കാൻ ഉസ്താദ് വീണ്ടും എല്ലാവരോടും പറയണം കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഒരു സഹോദരൻ പോയത്. യാ അല്ലാഹ്, യാ അല്ലാഹ്, തവസ്സുൽ ബൈത്ത് ചൊല്ലുമ്പോ ഞങ്ങളെ പാവങ്ങളുടെ മനസ്സിലുള്ള മുറാദുകളെല്ലാം റാഹത്താക്കി കൊടുക്കണേ റബ്ബേ. ഉസ്താദ് തവസ്സുൽ ബൈത്ത് ചൊല്ലി ദുആർക്കണമെന്ന് പറഞ്ഞ് കുറെ ദുആ വസിയത്ത് വരുന്നവരൊക്കെ പറയാറുണ്ട്. എല്ലാ മനസ്സിൽ കരുതിയിട്ട് ഞങ്ങളെ തവസ്സുൽ ബൈത്ത് അങ്ങ് ചൊല്ലാൻ പോവാണ്.
റഹ്മാനേ അത് ചൊല്ലുന്ന ഒരാളെയും വെറുതെയാക്കല്ലേ അല്ലാ. അത് ചൊല്ലുന്ന ഒരാളെയും വെറുതെയാക്കല്ലേ അല്ലാ. അതിന്റെ ഫലം ഞങ്ങൾക്ക് കാണിച്ചു തരണേ അല്ലാ. അല്ലാഹു 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 അർഹം അബ്ദൽ ഖാദിർ ജീലാനി അല്ലാഹു 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 അർഹം അബ്ദൽ ഖാദിർ ജീലാനി യാ ശൈഖാനാ യാ ഖുത്ബൽ അഖ്താബിയ മുഹിയദ്ദീനി യാ സയ്യിദി യാ മഖദു അബ്ദൽ ഖാദിർ ജീലാനി അല്ലാഹു 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 അർഹം അബ്ദൽ ഖാദിർ ജീലാനി യാ സുൽത്താന സാലികീന യാ സയ്യിദൽ ആരിഫീന യാ സയ്യിദി യാ മഖദു അബ്ദൽ ഖാദിർ ജീലാനി അല്ലാഹു 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 അർഹം അബ്ദൽ ഖാദിർ ജീലാനി യാ ബുർഹാനൽ ആശിഖീന യാ ഗൗസൽ മുസ്ലിമീന യാ സയ്യിദി യാ മഖദു അബ്ദൽ ഖാദിർ ജീലാനി അല്ലാഹു 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 അർഹം അബ്ദൽ ഖാദിർ ജീലാനി യാ ഖുത്ബൽ വാസിലീന യാ ഖിബ്ലത്തൽ ആലമീന യാ സയ്യിദി യാ മഖദം അബ്ദൽ ഖാദിർ ജീലാനി യാ മുർശിദ താലിബീന യാ മുൻജിയൽ ഹാലികീന യാ സയ്യിദി യാ മഖദം അബ്ദൽ ഖാദിർ ജീലാനി അല്ലാഹു 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 അർഹം അബ്ദൽ ഖാദിർ ജീലാനി യാ ഗൗസൽ മുജാഹിദീന യാ ഐനൽ മുശാഹിദീന യാ സയ്യിദി യാ മഖദു അബ്ദൽ ഖാദിർ ജീലാനി അല്ലാഹു 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 അർഹം അബ്ദൽ ഖാദിർ ജീലാനി യാ ബാസൽ طائرين يا سيف الذاكرين يا سيدي يا مغد عبد القادر جيلاني يا دخر القاصدين يا فخر التابعين يا سيدي يا مغد عبد القادر جيلاني الله 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 الله
مقتدينا يا زين العابدين يا سيدي يا مخدوم عبد القادر جيلاني الله 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 ارحم عبد القادر جيلاني يا دليل الحائرين يا جود الزائرين يا سيدي يا مخدوم عبد القادر جيلاني يا عروة الممسكين يا قدوة الناسكين يا سيدي يا مخدوم عبد القادر جيلاني الله 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 ارحم عبد القادر جيلاني يا وكيل رحماني يا خليفة المتين يا سيدي يا مخدوم عبد القادر جيلاني يا وكيل رحماني يا خليفة المتين يا سيدي يا مخدوم عبد القادر جيلاني يا وكيل رحماني يا خليفة المتين يا سيدي يا مخدوم عبد القادر جيلاني الله 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 ارحم عبد القادر جيلاني الله 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 ارحم عبد القادر جيلاني بغداد مربت محي الدين شيخ കാണും മജ്‌ലിസിൽ വല്ല ഹാളറായി പോണേ ബഗ്ദാദിൽ മറവട്ട മുഹിയുദ്ദീൻ ശൈഖ് കാണും മജ്‌ലിസിൽ വല്ല ഹാളറായി പോണേ ബഗ്ദാദിൽ മറവട്ട മുഹിയുദ്ദീൻ ശൈഖ് കാണും മജ്‌ലിസിൽ വല്ല ഹാളറായി പോണേ ഖാദിരിയ 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 ശൈഖ് അബ്ദുൽ ഖാദിരിയ 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 ശൈഖ് അബ്ദുൽ ഖാദിരിയ 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 ശൈഖ് അബ്ദുൽ അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയ തവസ്സുൽ ബൈത്തിനെ നീ കബൂലാക്കണേ അല്ലാഹ്. എല്ലാവരും മനസ്സറിഞ്ഞ് ആമീൻ പറയാ. തവസ്സുൽ ബൈത്ത് ചൊല്ലി പടച്ചവനോട് നമ്മൾ ചോദിക്കുകയാണ്, പടച്ചവനെ
ഞങ്ങളുടെ എല്ലാവരും ഈ തവസ്സുൽ ബൈത്ത് ചൊല്ലിയതിനെ ഖബൂലാക്ക റബ്ബേ. മുഅ്മിനീങ്ങളെ ആമീൻ പറഞ്ഞോളി. മഹാനരായ ഖുതുബുൽ അഖ്താബ് ശൈഖ് തങ്ങളെ തവസ്സുലാക്കിയിട്ടാ നമ്മളെ ചോദിക്കുന്നത്. ഒന്നും അല്ലാഹു നമുക്ക് വെറുതെയാക്കൂല, ഒന്നും അല്ലാഹു നമുക്ക് വെറുതെയാക്കൂല. ഇനി ഖുതുബുൽ ആലം മടവൂർ ശൈഖുനാന്റെ തവസ്സുൽ ബൈത്ത് നമ്മളെ ചൊല്ലുകയാണ്. ഈ രണ്ട് തവസ്സുൽ ബൈത്ത് ചൊല്ലിയതിന് ശേഷം യജമാനനായ റബ്ബിനോട് നമ്മളെ കാര്യങ്ങൾ നമ്മളെ ചോദിക്കുകയാണ്. ഞങ്ങൾ അറിവിന്നിലാവിന്റെ വലിയുമ്മമാർ, അറിവിന്നിലാവിന്റെ വലിയുപ്പമാര്, അറിവിന്നിലാവിന്റെ സഹോദര സഹോദരിമാര്, ചെറുപ്പക്കാരികൾ, കുഞ്ഞു പോവാറ്റ മക്കളടക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള റബ്ബേ ഈ പവിത്രമായ മജ്‌ലിസിനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മുത്തുമുഅ്മിനീങ്ങളെ എല്ലാവരുടെ നിയ്യത്തുകളും ഒരാളെയും നീ മാറ്റി നിർത്തല്ലേ റബ്ബേ, ഒരാളെയും നീ മാറ്റി നിർത്തല്ലേ റബ്ബേ, ഒരാളെയും നീ മാറ്റി നിർത്തല്ലേ റബ്ബേ. തവസ്സുൽ ബൈത്തിലെ ബറക്കത്ത് കൊണ്ട് അവരുടെ നിയ്യത്തുകളെ മുഴുവനും നീ സാധിപ്പിച്ച് കൊടുക്കണേ അല്ലാഹ്. لا إله إلا الله، لا إله إلا الله، لا إله إلا الله، محمد رسول الله. نحمد الله المجيب كل دعوات لنا، لا لنا رب سواه، إنه البر عليه ربنا صلى وسلم كل غلات على أغبد الذي وآله والصحاب والولين. ندعو ربنا الكريم في توسل واستغاثة بقرة عيننا مدبر ولي. قد رجونا نصر والفتوح في أمورنا، سيما في أمرنا بجاهك مدبر ولي. إننا نأتي إليكم للإزاغة ما بنا شدة ثقافتي شيخنا مدبر ولي. ليس خسران لمن أتى إليك طالبا، بل بمطلب الله قد فاز يا مدبر ولي. لا إله إلا الله، لا إله إلا الله، لا إله إلا الله، محمد رسول الله. كم مريض قد أتاه كامل الشفاء بكم، ليس بالعلاج بل بقولي يا مدبر ولي. كل عفريت وشيطان وجن ماردي أذهب ونجناها قطبنا مدبر ولي. كم كربات كشفت العزين طائب، فاكشف العل الودايا شيخنا مدبر ولي. فرج عنا اللدى وكل ما يغيبنا في الدنا وفي المعاد شيخنا مدبر ولي. كنت كغفا حاميا لمن أتاك لاجئا،
كنت فينا ناصرا يا سيدي مدبور ولي آتنا منك الإغاثة عند كل هولنا صب فينا لم يكن شيخنا مدبور ولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أنت أستاذ لنا أو شيخنا فما لنا منهما اسمك رشد منك يا مدبور ولي ربنا اللهم أوصل لا إله مأمولنا وارغمنا دائما يا شيخنا مدبور ولي واهدنا نهج الهدى وهب لنا رضوانك كل هلاك بهاك شيخنا مدبور ولي آتنا أمنا لظيما وسرورا إذ يجيء مالك الموت بهاك شيخنا مدبور ولي سلما سلامنا من اللعين وشره حال فرقت روحنا بل أسعدنا بالبلي بشرنا بالجنان باليقين آتنا كلمة التوحيد سالمين بمدبور ولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله وفقنا لجواب الملكين بالله كلنا رغباننا بشيخنا مدبور ولي ربي سلم يوم بعثتنا غدا للموقف خفف لحسابنا بشيخنا مدبور ولي ربي سلم هذه الأمة أنزل كي قدا حين جاءني الصراط فنجينا يا غلي ربنا اجمع كلنا في دار جنات النعيم بشفاعة سيد الكونين فضلا يا ولي ربي صل على وسلم سيد الرسل الكرام والسلام دائما والعلي علي هو جليل لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله മടവൂരിൽ വായം തിങ്കളെ കുതുബുൽ ആലം ശൈഖരേ മദദ് ഞങ്ങൾ കേകണേയ ശൈഖനായ ശൈഖന മടവൂരിൽ വാഴും തിങ്കളെ കുതുബുൽ ആലം ശൈഖരേ
മദദ് ഞങ്ങൾ കേകണേ യാ ശൈഖന യാ ശൈഖന മടവൂരിൽ വാഴും തിങ്കളെ ഖുത്ബുൽ ആലം ശൈഖരേ മദദ് ഞങ്ങൾ കേകണേ യാ ശൈഖന യാ ശൈഖന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. അല്ലാഹുവേ രണ്ട് തവസ്സുൽ ബൈത്തുകളിൽ രണ്ട് മഹാന്മാരെ തവസ്സുലാക്കി ഇനി പടച്ചവനോട് നമ്മൾ ചോദിക്കുകയാണ്. അല്ലാഹ് ഞങ്ങൾ അറിയുന്നില്ലാമിന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളുടെ സങ്കടങ്ങളെ തവസ്സുൽ ബൈത്തുൽ ബറക്കത്ത് കൊണ്ട് സലാമത്താക്കി കൊടുക്കണേ അല്ലാഹ്. എല്ലാവരും രണ്ട് കൈയും ഉയർത്തിപ്പിടിക്കുക. പടച്ചവനിലേക്ക് നമ്മുടെ വീടുകളിൽ നിന്ന് എല്ലാവരും രണ്ട് കൈയും ഉയർത്തിപ്പിടിക്കുക. അട് പൊക്കിക്കോളി. ഇങ്ങനെയല്ല കൈ ഉയർത്തല. എങ്ങനെയാ ഈ മൂലര് നിങ്ങൾക്ക് പറഞ്ഞാൽ അതിന്റെ കൈപ്പല വേദന, ആ കൈപ്പല വേദന പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. രണ്ട് കൈ ഉയർത്തി സാരമില്ല, മാറിക്കോളൂ. ഒന്ന് ഉയർത്തിക്കോളി, എന്നിട്ട് വേദന വരികയാണെങ്കിൽ താത്തിക്കോളി, കുഴപ്പമില്ല ട്ടോ. ഒന്ന് ഉയർത്തി പിടിച്ച് കൈ. അല്ലാഹുവേ ഈ കൈകളെ നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. നിന്നിലേക്ക് ഉയർത്തിയ കരങ്ങളെ നീ മടക്കല്ലേ റബ്ബേ. ഈ കൈകൾ കുറെ തെറ്റുകൾ ചെയ്ത കൈകളാണ് അല്ലാ, കുറെ ഹറാമുകൾ ചെയ്ത കൈകളാണ് റബ്ബേ. പക്ഷേ ജനലക്ഷങ്ങളെ നിന്നിലേക്ക് ഒരേ സമയം കൈകളുയർത്തുക. ഇവർ ഉയർത്തിയിട്ടില്ല, അല്ലാഹുവേ റബ്ബേ ഈ മുഅ്മിനീങ്ങൾ ഒരുമിച്ചിരുന്ന് നിന്നിലേക്ക് കൈകൾ ഉയർത്തുകയാണ്. ഖായിബാക്കി ഞങ്ങളെ മടക്കല്ലേ അല്ലാഹ്. എല്ലാ പാപങ്ങളും എല്ലാ തെറ്റുകളും ഞങ്ങളോട് നീ പൊറുക്കണേ റബ്ബേ. ഈ കയ്യിന്റെ കടച്ചിൽ നീ മാറ്റണേ റഹ്മാനേ, ഈ കയ്യിന്റെ വേദന മാറ്റണേ റഹ്മാനേ. ഈ കൈകൾ ഉയർത്തിയ മുഅ്മിനീങ്ങൾക്ക് മുഴുവനും നീ റാഹത്ത് കൊടുക്കണേ അല്ലാഹ്, സമാധാനം കൊടുക്കണേ അല്ലാഹ്. തവസ്സുൽ ബൈത്തിലെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മനസ്സിന് നീ സമാധാനം തരണേ റബ്ബേ. ഞങ്ങളുടെ മനസ്സിന് സമാധാനം തരണേ റബ്ബേ. ഞങ്ങളുടെ മനസ്സിന് സമാധാനം തരണേ അല്ലാഹ്. ഈ മനസ്സിന് ധൈര്യം തരണേ അല്ലാഹ്, ഈ മനസ്സിന് ധൈര്യം തരണേ അല്ലാഹ്. ഈ ഉമ്മമാരുടെ മനസ്സിന് ധൈര്യം കൊടുക്ക റബ്ബേ, ഈ ഉപ്പമാരുടെ മനസ്സിന് ധൈര്യം കൊടുക്ക റബ്ബേ. ഈ സഹോദര സഹോദരിമാരുടെ മനസ്സിന് ധൈര്യം കൊടുക്കണേ അല്ലാഹ്. ഒരു പേടി കേൾക്കുമ്പോ പേടിക്കുന്ന മനസ്സാക്കല്ലേ റബ്ബേ. ഒരാള് ചീത്ത പറയുമ്പോ തളർന്നു പോകുന്ന മനസ്സാക്കല്ലേ അല്ലാഹ്. എന്തിനേയും നേരിടാനുള്ള, എന്തിനേയും പ്രതിരോധിക്കാനുള്ള ഏത് ശത്രുക്കള് വന്നാലും അതിനെയെല്ലാം തടുത്തു നിർത്താനുള്ള ശക്തമായ ഈമാനുള്ള നെഞ്ചൂക്ക് ഞങ്ങൾക്ക് നീ തരണേ അല്ലാഹ്. ഏത് രോഗം നീ തന്നാലും, എത്ര കടം തന്നാലും, എത്ര പരീക്ഷണങ്ങൾ ഒന്നിനെ പറഞ്ഞ ഒന്നായി ഞങ്ങളെ തേടി വന്നാലും അതിലൊന്നും തളരാതെ, അതിലൊന്നും പതറാതെ, അതിലൊന്നും പേടിക്കാതെ പിടിച്ചു നിൽക്കുന്ന നെഞ്ചൂക്ക് ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. ആര് വന്ന് തകർത്താലും ഞങ്ങളെ നീ തകർത്തല്ലേ റബ്ബേ. ആര് വന്ന് തകർക്കാൻ ശ്രമിച്ചാലും ഞങ്ങളെ നീ തകർക്കാൻ ശ്രമിക്കല്ലേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളെ മനസ്സിൽ ഒരുപാട് നിയത്തുകളുണ്ട്, എല്ലാം തവസ്സുൽ ബൈത്തുൽ ബറക്കത്തുകളിൽ സാധിപ്പിച്ചു തരണേ അല്ലാഹ്.
മജ്ലിസിൽ വെള്ളം വെക്കാൻ പറഞ്ഞപ്പോ ഈ പുന്നാര വലിയുമ്മ, ഈ വലിയുപ്പ, ഈ ഉമ്മമാരും ഉപ്പമാരും സഹോദര സഹോദരിമാരും അവര് മജ്ലിസിൽ വെള്ളം വെച്ചിട്ടുണ്ട്. മേശപ്പുറത്ത് വെള്ളം വെച്ച് മൊബൈൽ ഓണാക്കി TV ഓണാക്കി അറിവിന്നിലാവെ കേൾക്കുന്നു. പടച്ചവനെ, ആ വെള്ളമെല്ലാം ഒരു മരുന്നാക്കണേ റബ്ബേ, ആ വെള്ളമെല്ലാം ഒരു മരുന്നാക്കണേ അല്ലാ, ആ വെള്ളമെല്ലാം ഞങ്ങൾക്കൊരു മരുന്നാക്കണേ അല്ലാ. ഓരോ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ എത്ര ദൂരങ്ങളിൽ നിന്നാ ഓരോ കുടുംബങ്ങളെ വന്നുകൊണ്ടിരിക്കുന്നത്. ട്രെയിനിലും ബസ്സിലും വാഹനങ്ങളിലുമായി എത്രയോ അറിവിന്ദിലാവിന്റെ ഉമ്മമാരും അമ്മമാരുമാ, എത്രയോ ഉപ്പമാരാ അച്ഛന്മാരാ, ജാതിമത വ്യത്യാസമില്ലാതെ വിഭാഗീയത വ്യത്യാസമില്ലാതെ എത്രയെത്ര പ്രിയപ്പെട്ടവരാണ് അറിവിന്ദിലാവിന്റെ തിരുമുറ്റത്ത് വരുന്നത്, അറിവിന്ദിലാവിന്റെ മണ്ണിലേക്ക് വരുന്നത്. ഒരാളെയും നീ മടക്കല്ല റബ്ബേ, ഒരാളെയും നീ വെറുതെയാക്കല്ലേ റബ്ബേ. ആ പ്രിയപ്പെട്ടവരുടെ മനസ്സിലുള്ള നൊമ്പരം നീ മാറ്റിക്കൊടുക്കണമല്ല. ആ പ്രിയപ്പെട്ടവരെ കുറെ ദൂരം യാത്ര ചെയ്ത് വന്നതാ, അവരെ മുറാദ് ഹാസിലാക്കണേ അല്ലാ, അവരെ നീയത്തുകളെ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ഇവിടെ ഓഫീസിൽ വന്നിട്ട് ഉസ്താദേ ഇന്ന കാര്യത്തിന് ദുആർക്കണട്ടോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് ദുആർക്കാൻ വേണ്ടി വസിയത്ത് ചെയ്ത് പോയവരുണ്ട്. അല്ലാഹുവേ, അവരുടെ എല്ലാ കാര്യങ്ങളിലും നീ ഖൈറോടക്കണേ റഹ്മാനേ. 26-ാം തീയതി ജനസാഗരങ്ങൾ അറിവിന്ദിലാവിന്റെ പത്തപ്പിരിയത്തെ അറിവിന്ദിലാവ് നഗരിയിലേക്ക് ഒഴുകിയെത്തി. യാ അല്ലാഹ്, എവിടെ നിന്നെല്ലാമാണ് വന്നത് റബ്ബേ, ആരെല്ലാമാണ് എത്തിപ്പെട്ടത് റബ്ബേ. പലർക്കും ഗ്രൗണ്ടിലേക്ക് പോലെ മടുക്കാൻ കഴിഞ്ഞില്ല, അത്രത്തോളം ജനസാഗരങ്ങളെ മജ്ലിസിനെ സ്നേഹിച്ച് വന്നു. ആരെയും വെറുതെ ആക്കല്ലേ റബ്ബേ. എല്ലാവർക്കും അവരുടെ കാര്യങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. തവസ്സുൽ ബൈത്തിന്റെ ബർക്കത്ത് കൊണ്ട് വിൽക്കാൻ വെച്ച സ്ഥലമുണ്ട്, വീടുണ്ട്, വാഹനമുണ്ട്, കച്ചവട സ്ഥാപനങ്ങളുണ്ട്. അത് വിറ്റിട്ട് വേണം ഞങ്ങളെ മക്കളെ കെട്ടിക്കാൻ, അത് വിറ്റിട്ട് വേണം ഞങ്ങൾക്ക് വീട് വെക്കാൻ, അത് വിറ്റിട്ട് വേണം ഞങ്ങളെ കടങ്ങളെ വീട്ടാൻ, അത് വിറ്റിട്ട് വേണം ഞങ്ങളെ കാര്യം റാഹത്താവാൻ. അല്ലാഹുവേ, നല്ല നിലക്ക് വിറ്റ് പോവാ തൗഫീഖ് തരണേ റഹ്മാൻ. ഉസ്താദേ, ഞങ്ങൾ വാങ്ങിയ സ്ഥലത്ത് ഞങ്ങൾക്ക് വീട് വെക്കണം. വീട് വെക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ പലരും കേസ് കൊടുത്തിട്ട് അത് മുടക്കുകയാണ് റബ്ബേ. അവരെ മനസ്സിനെ നന്നാക്കണേ അല്ലാ. അങ്ങനെ എത്രയോ ഒത്തിരി ആഗ്രഹങ്ങളാ ഞങ്ങളെ മനസ്സിലുള്ളത്. കല്യാണം ഒന്ന് ശരിയാവണം, വിദേശത്തേക്ക് ടിക്കറ്റ് റെഡിയാവണം, വിസ റെഡിയാവണം, ജോലി റെഡിയാവണം, എക്സാമിൽ വിജയം വേണം, കല്യാണം സന്തോഷമാവണം, വീട് പണി പൂർത്തിയാവണം, വടച്ചവനെ കിണറ്റില് വെള്ളം വേണം, മക്കളില്ലാത്തവർക്ക് മക്കളെ വേണം. ഒത്തിരി ആഗ്രഹങ്ങളുമായി നിരന്തരം ഞങ്ങളോട് ദുആർക്കാൻ പറയുന്നവരുണ്ട് റബ്ബേ. ആരെയും ഞങ്ങളെ മാറ്റി നിർത്തുന്നില്ല. ഞങ്ങളെ ഉമ്മമാരുടെ ഉപ്പമാരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങളെ അമ്മമാരുടെ അച്ഛന്മാരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. യാ അല്ലാഹ്, യാ റബ്ബ്, യാ റഹ്മാൻ, യാ ദൽ ജലാലി വൽ ഇക്റാം. യാ അല്ലാഹ്, ഈ തവസ്സുൽ ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ സുഹറുകളും നീ ബാത്തിലാക്ക് റബ്ബേ, എല്ലാ കണ്ണേറുകളും നീ ബാത്തിലാക്ക് റബ്ബേ, എല്ലാ നാപ്പോറുകളും നീ ബാത്തിലാക്ക് റബ്ബേ. റഹ്മത്ത് നൽകണം അല്ലാ, ഐശ്വര്യം തരണമല്ലാ, സമാധാനം തരണമല്ലാ, റാഹത്ത് തരണേ അല്ലാ. ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ.